മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് റാം. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ വമ്പൻ ഹിറ്റുകളാകാറുണ്ട്. നേരാണ് ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രം. ഇവർ ഒന്നിക്കുന്ന പുതിയ ചിത്രമായ റാമിന്റെ പുതിയ അപ്ഡേറ്റ് നിരാശയുണ്ടാക്കുന്നതാണ്. റാം വൈകിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രീകരണം ഓഗസ്റ്റിൽ പൂർത്തിയാക്കി ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു നേരത്തെ ആലോചനകൾ ഉണ്ടായിരുന്നത്. നിലവിലെ സൂചനകൾ പ്രകാരം റാം ഒന്നാം ഭാഗം ഡിസംബറിൽ പ്രദർശനത്തിന് എത്തുകയില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ വൈകുന്നതിനാലാണ് ചിത്രം ഓഗസ്റ്റിൽ പൂർത്തീകരിക്കാനാകാത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ L360 എന്ന താൽക്കാലിക നാമകരണം ചെയ്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തെന്നിന്ത്യൻ താരസുന്ദരി തൃഷയാണ് റാമിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്. ചിത്രത്തിന്റെ ഗാനരചന നിർവഹിക്കുന്നത് വിനായക് ശശികുമാറാണ്. മോഹൻലാലിന്റെ റാമിന്റെ തീം സോങ് താൻ ഇംഗ്ലീഷിലാണ് എഴുതിയതെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. താൻ എഴുതിയത് ജിത്തു സാറിന് മുമ്പിൽ അവതരിപ്പിച്ചുവെന്നും അദ്ദേഹത്തിനത് ഇഷ്ടമായെന്നും അദ്ദേഹം പറയുന്നു. ഒരു മാസ് സോങ് ആണ് ഇതെന്നും ഒരു ഇന്ത്യൻ ടൈപ്പ് സോങ് അല്ല, ജെയിംസ് ബോണ്ട് സിനിമകളിൽ വരുന്ന വിധമുള്ളൊരു പാട്ടായി ഇതിനെ കാണണമെന്നും വിനായക് പറയുന്നു. റാമിന്റെ OTT റൈസ് വിറ്റുപോയെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സംയുക്ത മേനോൻ, സുമൻ എന്നിവരും കഥാപാത്രങ്ങളായി എത്തുന്നു. ഒരു റോ ഏജന്റ് കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വമ്പൻ വിജയ ചിത്രമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിൽ ഹുസൈനും ഒരു പ്രധാന കഥാപാത്രമാകുമ്പോൾ മോഹൻലാലിന്റെ റാമിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സതീഷ് കുറുപ്പാണ്. സംഗീതം വിഷ്ണു ശ്യാമാണ് നിർവഹിക്കുന്നത്. ഈ മോഹൻലാൽ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.